നമസ്കാരം. ശൈശവ വിവാഹം ഇന്ത്യയിൽ ഇപ്പോഴും സാധാരണമാണ് അല്ലേ? ഇന്ത്യൻ നിയമം അനുസരിച്ച് ശൈശവ വിവാഹം എന്നാൽ സ്ത്രീക്ക് 18 വയസ്സിന് താഴെയോ പുരുഷന് 21 വയസ്സിന് താഴെയോ ഉള്ള വിവാഹമാണ്. മിക്ക ശൈശവ വിവാഹങ്ങളിലും പ്രായപൂർത്തിയാകാത്ത സ്ത്രീകളാണ് ഉൾപ്പെടുന്നത്. അവരിൽ പലരും മോശം സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും അവബോധമില്ലായ്മയും ഉള്ളവരാണ്. ഇതില്ലാതാക്കാൻ സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും തുടച്ചു നീക്കാനായിട്ടില്ല. ഓരോ മിനിറ്റിലും ഇന്ത്യയിൽ 3 പെൺകുട്ടികൾ വീതം നിർബന്ധിത ശൈശവ വിവാഹത്തിന് ഇരയാകുന്നുവെന്നാണ് ഇന്ത്യ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഗവേഷക സംഘം നടത്തിയ പഠനത്തിലുള്ളത്. അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 14-കാരിയായ ഒരു പെൺകുട്ടിയെ വീട്ടുകാർ ബലം പ്രയോഗിച്ച് വിവാഹം കഴിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ വീട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കർണാടകയിലെ ഹൊസൂരിലാണ് നിർബന്ധിത ബാലവിവാഹം നടന്നത്. പെൺകുട്ടിയെ വിവാഹം കഴിച്ച വ്യക്തിയുടെ അടുക്കലേക്ക് വീട്ടുകാർ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. തിമ്മത്തൂരിൽ നിന്നുള്ള 14-കാരിയായ പെൺകുട്ടിയെയാണ് സമീപ ഗ്രാമത്തിലെ യുവാവ് വിവാഹം ചെയ്തത്. മാർച്ച് 3-നാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. 29-കാരനായ യുവാവുമായി 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ സമ്മതമില്ലാതെ വിവാഹം നടത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സമ്മതപ്രകാരമായിരുന്നു വിവാഹം. പെൺകുട്ടി എതിർപ്പ് പറഞ്ഞെങ്കിലും ആരും തന്നെ പരിഗണിച്ചില്ല. വിവാഹശേഷം സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയ പെൺകുട്ടി ഭർത്തൃവീട്ടിലേക്ക് തിരികെ പോവാനായി വിസമ്മതം അറിയിച്ചു. ഈ വിവാഹബന്ധം തുടർന്നു കൊണ്ടുപോവാൻ താല്പര്യമില്ലെന്ന് ബന്ധുക്കളോടും പറഞ്ഞു. തുടർന്ന് രക്ഷപ്പെടാനായി പെൺകുട്ടി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. എന്നാൽ പെൺകുട്ടിയെ മുതിർന്ന സഹോദരന്മാരായ മാതേഷും മല്ലേഷും ബലമായി പിടിച്ചിറക്കി തോളിലിട്ട് ഭർത്തൃവീട്ടിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു. അവരെ അനുഗമിച്ച പെൺകുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു. പെൺകുട്ടിയെ സഹോദരന്മാർ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രദേശവാസികൾ മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. പിന്നീട് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ മുത്തശ്ശി നൽകിയ പരാതിയിൽ ഡെൻകണിക്കോട്ടെ വനിതാ പോലീസ് സ്റ്റേഷൻ കേസ് അന്വേഷിക്കുകയാണ്. പെൺകുട്ടിയുടെ സഹോദരന്മാരായ മലേഷ്, പെൺകുട്ടിയുടെ അമ്മ നാഗമ്മ, പെൺകുട്ടിയുടെ അച്ഛൻ, മലേഷിന്റെ ഭാര്യ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോസ്കോ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.